വാർത്തകൾ തുടരുന്നു. ഗുസ്തി താരങ്ങളുടെ സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറുമായി നടത്തിയ മാരത്തൺ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അന്വേഷണം പൂർത്തിയാക്കാൻ ഈ മാസം 15 വരെ സർക്കാർ സമയം ആവശ്യപ്പെട്ടു. നടപടിയെടുക്കാമെന്ന് ഉറപ്പു നൽകിയതായും 15-ന് തീരുമാനമായില്ലെങ്കിൽ പ്രക്ഷോഭം തുടരുമെന്നും ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുകയാണ്. കിരൺ, മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം പുറത്തുവരുന്നത്. താൽക്കാലികമായി സമരം നിർത്തിവെക്കാനാണ് താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഉറപ്പുകളാണ് താരങ്ങൾക്ക് സർക്കാർ നൽകിയത്? രേണുക, കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് താക്കൂറുമായി 6 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് സമരം ഈ 15-ാം തീയതി വരെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം ഗുസ്തി താരങ്ങൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിരുന്നു 2ാം ഘട്ട ചർച്ചയാണ് ഇന്ന് നടന്നത്. ഇന്ന് 6 മണിക്കൂറോളം നടന്ന ചർച്ചയിൽ പ്രധാനമായും 5 ആവശ്യങ്ങളാണ് ഗുസ്തി താരങ്ങൾ മുന്നോട്ട് വെച്ചത്. ഗുസ്തി താരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അടുത്ത ഈ മാസം ജൂൺ 15-ാം തീയതിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ അനുകൂലമായ ഒരു ഉറപ്പ് കേന്ദ്ര കായിക മന്ത്രി ഗുസ്തി താരങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുസ്തി ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് നടത്തണം. ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ 3 തവണ ഗുസ്തി ഫെഡറേഷന്റെ തലവനായ ബ്രിജ്ഭൂഷണെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. ഈ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ എഫ്ഐആറുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണം. അത് ഒരു വനിതയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആയിരിക്കണം. ആ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഈ പരാതികളെല്ലാം പരിശോധിക്കണം. ആ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സമരവുമായി ബന്ധപ്പെട്ട് ഗുസ്തി താരങ്ങൾക്കെതിരെ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. അത് പിൻവലിക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ആ ആവശ്യത്തിന് പുറത്ത് എന്താണ് തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ വ്യക്തമാക്കിയിട്ടില്ല. മറ്റ് ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 15-ാം തീയതിക്കുള്ളിൽ ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ സമരം എന്നേക്കുമായി പിൻവലിക്കും. അതല്ല, ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ ജൂൺ മാസം 15 ശേഷം വീണ്ടും സമരം തുടരും എന്നും ഗുസ്തി താരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.